എല്ലാവർക്കും ഗോഡ്സ് ഓൺ ടി വിയുടെ വിചാരവേദിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ പ്രക്ഷേപണം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തത്തക്ക വിധം ഷെയർ ചെയ്യുകയും ഈ പ്രക്ഷേപണം സബ്സ്ക്രൈബ് ചെയ്യുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ആരംഭിക്കുക. ക്രൈസ്തവ സമൂഹത്തിൽ ദിവസത്തെ നോമ്പുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഇത്തരം നോമ്പുകൾ അനുഷ്ഠിക്കാത്തവരും ആചരിക്കാത്തവരും ഉണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ചില ശാസ്ത്രങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വ്രതാനുഷ്ഠാനങ്ങൾ ആധ്യാത്മികമായ ഔന്നത്യത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നുണ്ട്. രോഗങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഏതുതരം രോഗത്തിൽ നിന്ന് മോചനം നേടുന്നതിനും ക്രിസ്തു തന്നെ നമുക്കൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തിയതിന് ശേഷം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടും കൂടെ നിന്നവരോടും പറയുന്നുണ്ട്, നോമ്പാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല എന്ന് വളരെ ശക്തമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്. അതിനെ പല രീതിയിൽ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെ ജാതി എന്ന് ഉദ്ദേശിക്കുന്നത് രോഗാവസ്ഥയാണ്. അപ്പം പൂർണ്ണ ആരോഗ്യം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഉപവാസം സഹായിക്കും, നോമ്പാചരണം സഹായിക്കുമെന്ന് ക്രിസ്തു തന്നെയല്ലേ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ പൂർവ്വപിതാക്കന്മാര്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ പൂർവ്വ ആചാര്യന്മാര് വ്രതാനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. അപ്പൊ അത് ഇപ്പം ഒട്ടുമിക്ക എല്ലാ ക്രൈസ്തവ സഭകളിലും അടുത്ത് വരാൻ പോകുന്ന 50 നോയമ്പ് പാലിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഈ 50 ദിവസത്തിന് ഏതാണ്ട് 18 ദിവസം മുമ്പാണ് ഈ 3 നോയമ്പ് വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള ശാസ്ത്രീയത എന്താണ് എന്ന് ചോദിക്കാം. അവർ ആധ്യാത്മികമായ ഇത് നടപ്പിലാക്കിയ ആചാര്യന്മാര് ആധ്യാത്മികത മാത്രമല്ല ലക്ഷ്യമിട്ടിരുന്നെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. 50 ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ടാണ് 50 നോയമ്പ് ആചരിക്കേണ്ടത്. അത് പണ്ട് മുതലേ ആ നോമ്പ് ആചരിക്കുന്ന സമൂഹങ്ങളിൽ വളരെ ശക്തമായിട്ട് പാലിച്ചിരുന്നതാണ്. വളരെ കർശനമായി പാലിച്ചിരുന്നു എന്നാണ്. അതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമ്മളുടെയൊക്കെ തന്നെ വീടുകളിൽ തന്നെ കാണാം. നമ്മുടെ 2 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നവരൊക്കെ ഈ 50 നോയമ്പില് ഒരു നേരം മാത്രമാണ് ആഹാരം കഴിച്ചിരുന്നത്. അതായത് ക്രിസ്തുവിനെ ക്രൂശിലേറ്റി എന്ന് പറയുന്ന 2:45-3 മണി സമയം വരെ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒന്നും കഴിക്കാതെ പ്രാർത്ഥനയോടും ഈ നിഷ്ഠയോടും കൂടി പോവും. 22:30 എന്നൊക്കെയാണ് അതിന് പറയുന്ന ഓരോ സഭകളിലെ 22:30 പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പിന്നെ അടുത്ത ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നിഷ്ഠ പാലിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ആയുസിനെ പറ്റി നമുക്ക് പഠന വിധേയമാക്കിയാൽ അവരൊക്കെ 100 വയസ്സപ്പുറം ജീവിച്ചിരുന്നവരുമുണ്ട്, ഒരുപാട് പേരുണ്ട്. അതായത് ഈ സഭകളുടെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ കർശനമായി പാലിച്ചിരുന്നവര് ദീർഘായുസോടു കൂടി ജീവിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മുൻപോട്ടുള്ള നമ്മുടെ പഴയ തലമുറകളിലെ ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ വ്രതാനുഷ്ഠാനങ്ങളിൽ കോംപ്രമൈസ് ഇല്ലാതെ പാലിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ ക്രൈസ്തവരുടെ ഇടയിൽ. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെ ഞാനിരിക്കുന്ന ഈ സ്ഥലം കോട്ടയമാണ്. കോട്ടയത്ത് തന്നെ ഒരു സ്ഥലത്ത് പെരുന്നാളാണ് 3 ദിവസം. ആ പെരുന്നാളിന്റെ അവസാനത്തിൽ അവർ കപ്പലെടുത്തുകൊണ്ട് ഈ തെരുവീതികളിൽ കൂടി ഭയങ്കര ആഘോഷമായിട്ട് പോകുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഈ വീടുകളിലെല്ലാം തന്നെ ഭയങ്കരമായ വിരുന്നും സൽക്കാരങ്ങളും തീറ്റയുമാണ്. അത് മത്സ്യമാംസാദികളൊക്കെ വെച്ചുള്ള സദ്യയാണ്. പിന്നെ മറ്റുള്ളതൊക്കെ ഉണ്ടോ എന്നുള്ളത് അവരവർ തന്നെ ചിന്തിക്കട്ടെ. ഇതായിരുന്നില്ല ഇത് ഏർപ്പാടാക്കിയ ആചാര്യന്മാര് ആഗ്രഹിച്ചത് നടപ്പിലാകുവാൻ. അത് പുരയ്ക്കുള്ളിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആചരിക്കാനാണ്, നോമ്പാചരിക്കാനാണ്. അല്ലാതെ ഗോക്കുവ വിളിച്ചുകൊണ്ട് വഴിനീളെ കപ്പലും തൂക്കിക്കൊണ്ട് നടക്കാനല്ല. അതിങ്ങനെ ആയിപ്പോയിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ വൈകൃതങ്ങളാണ് നമ്മൾ കാണുന്നത്.
ആ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ സത്തയെ നശിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചാൽ, ഈ 50 വരാൻ പോകുന്ന 3 ആഴ്ച കഴിഞ്ഞല്ലേ 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പോകുന്ന 50 ദിവസവും ഒരു നേരം മാത്രം കഴിച്ച് ആ നോമ്പ് ആചരിക്കുന്നതിന് ശരീരത്തിന്റെ ശുദ്ധി ആവശ്യമാണ്. ശരീരം ശുദ്ധമായിരുന്നാലേ അത്രയും വലിയ ഒരു ഒരു ക്രമത്തിൽ കൂടി ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ ധാരാളം മതിയാവും. ആരോഗ്യത്തിന് ക്ഷതമുണ്ടാവുന്നില്ല, താഴ്ച ഉണ്ടാകുന്നില്ല. അതേ സമയത്ത് തന്നെ ആധ്യാത്മികമായ ഔന്നത്യം പ്രാപിക്കുകയും ആരോഗ്യം അവിടെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നതിന് ശരീരശുദ്ധി ആവശ്യമാണ്.